ഇഷ്ക് എന്ന വാക്കിനർത്ഥം അറബിക് ഭാഷയിൽ പ്രണയം എന്നാണ്. ആ പേരിലൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? തട്ടവിട്ട ഒരു ഉമ്മച്ചിക്കുട്ടിയുടെയും അത്തറിൻ്റെ മണമുള്ള ഒരു മണവാളൻ ചെക്കൻ്റെയൊക്കെ മുസ്ലിം പശ്ചാത്തലമുള്ള ഒരു സിനിമയായിരിക്കും എന്നല്ലേ. എന്നാൽ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വേറെ തന്നെ ഒരു പരിപാടിയാണ്. ആ സിനിമയ്ക്ക് നമ്മുടെ ഒരു ഇതിഹാസവുമായിട്ടൊരു ഇന്ത്യൻ ഇതിഹാസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. അത് ഏതായിരിക്കും ഇതിഹാസം? അത് രാമായണമാണ്. നമുക്ക് രാമായണത്തിൻ്റെ ബേസിക് പ്ലോട്ട് എന്താണെന്ന് നോക്കാം. വനവാസത്തിനായിട്ട് പോകുന്ന രാമനും സീതയും അവിടേക്ക് സന്യാസി വേഷത്തിൽ വരുന്ന രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് രാമൻ സർവ്വസന്നാഹങ്ങളുമായി ചെന്ന് രാവണനെ വധിച്ച് സീതയെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരുന്നു. പക്ഷേ സഭാമധ്യത്തിൽ വെച്ച് കൊട്ടാരത്തിൽ വെച്ചിട്ട് സീതയ്ക്ക് അഗ്നിശുദ്ധി വരുത്തി തൻ്റെ പാതിവൃത്യം തെളിയിക്കേണ്ടതായിട്ട് വരുന്നു. അതായത് അഗ്നിയിൽ ചാടി താൻ പതിവ്രതയാണെന്ന് തെളിയിക്കണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നു. പക്ഷേ സീത അതിന് തയ്യാറാകുന്നില്ല. അവൾ തൻ്റെ അമ്മയായ ഭൂമിദേവിയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഭൂമിദേവി പിളർന്ന് സീത അതിലേക്ക് ചാടി അപ്രത്യക്ഷയാകുന്നു എന്നുള്ളതാണ് രാമായണത്തിൻ്റെ സ്റ്റോറി. ഇനി ഇഷ്കിൻ്റെ കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ രാമായണത്തിലെ പോലെ നായകനും നായികയും കൂടെ കാട്ടിലല്ല, ഇതിൽ കാറിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നു. ഒരു രാത്രി ഇരുവരും പ്രണയിതാക്കളാണ്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവരുമാണ്. ഇതിലേക്ക് രാവണനെ പോലെ വില്ലനായ ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രം വേഷം മാറി, അതായത് ഒരു പോലീസുകാരൻ എന്ന വ്യാജേന ഇവരിലേക്ക് വന്ന് കയറുന്നു. എന്നിട്ട് അയാൾ നായകനെ പുറത്താക്കി നായികയോടൊപ്പം അല്പസമയം കാറിനുള്ളിൽ ചെലവഴിക്കുന്നു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതുപോലെ. പിന്നീട് രാമനായ നായകൻ, നമ്മുടെ നായക കഥാപാത്രം തിരിച്ച് നായികയെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചുള്ള അവരുടെ യാത്രയിൽ നായകൻ നായികയോട് ചോദിക്കുന്നുണ്ട് ആ സമയം അയാൾ വില്ലൻ നിന്നെ എന്താണ് ചെയ്തതെന്ന്. രാമായണത്തിലെ സീതയെ പോലെ തന്നെ ഇവിടെയും നായിക അഗ്നിശുദ്ധിക്ക് നിർബന്ധിതയാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ പാതിവൃത്യം തെളിയിക്കാൻ അവൾ തയ്യാറാകുന്നില്ല. ഇനി സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ചില സാമ്യങ്ങൾ കാണാൻ പറ്റും. നായികയുടെ പേര് വസുധ എന്നാണ്. വസുധ എന്ന വാക്കിനർത്ഥം ഭൂമി എന്നും ലക്ഷ്മി എന്നൊക്കെയാണ്. സീത ഭൂമിദേവിയുടെ മകളാണെന്നും ലക്ഷ്മിയുടെ പുനരവതാരമാണെന്നൊക്കെ പുരാണത്തിൽ പറയുന്നുണ്ട്. ഇനി സച്ചിൻ എന്നാണ് നായകൻ്റെ പേര്. അത് സച്ചിദാനന്ദൻ്റെ ചുരുക്കമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സത്തും ചിത്തും ആനന്ദമുള്ളവൻ വിഷ്ണുവാണ്. രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ. ഇനി രാമായണത്തിൽ വില്ലനായ രാവണനിലേക്ക് രാമൻ എത്തുന്നത് കടൽ കടന്നിട്ടാണെങ്കിൽ ഇവിടെ ഒരു കനാല് കടന്നിട്ട് വേണം വില്ലനായ ആൽവിൻ എന്ന കഥാപാത്രത്തിലേക്ക് സച്ചിൻ എത്താൻ. ഇതും ഒരു സാമ്യതയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ചക്ഷുശ്രവണ ഗളസ്തമാ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ അധ്യാത്മരാമായണത്തിലെ പ്രശസ്തമായ വരികളാണിത്. ശരിക്കും സിനിമയിലൊരു കഥാപാത്രം ഇത് ചിത്രരൂപത്തിൽ വരയ്ക്കുന്നുണ്ട്. അതായത് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയുടെ ഒരു ചിത്രം നായകൻ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ രാമായണത്തിലെ പല ബിംബങ്ങളും അവിടെ എവിടെയായി ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ രാമായണത്തിനെയാണ് ആദ്യ കാവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ പ്രണയകാവ്യം തന്നെയായിരിക്കും. ഈ പ്രണയകാവ്യത്തിൻ്റെ ക്ലൂകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം തൻ്റെ ആദ്യ സിനിമയ്ക്ക് അനുരാജ് മനോഹർ ഇഷ്ക് എന്ന പേര് നൽകിയത്. ഇതൊക്കെ എൻ്റെ കാട് കയറിയ വെറും ചിന്തകൾ മാത്രമായിരിക്കാം. ചിലപ്പോൾ സംവിധായകനോ എഴുത്തുകാരനോ ഒന്നും ഇത്രയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതിനപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ സിനിമ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഇതിനപ്പുറം ഇതിലും ഉൾക്കാട്ടിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് സിനിമ സംസാരിക്കാം.